voice of God through evangelist Shaji Joseph. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടന്ന ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ നിന്ന് വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരും. ദൈവപ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത് കർത്താവ് പറഞ്ഞു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. അപ്പോൾ ദൈവ ആലോചനകളെ നാം തിരിച്ചറിയേണ്ടത് വചനം നോക്കി തിരിച്ചറിയണം. ദൈവ പ്രവർത്തികളെ നാം തിരിച്ചറിയേണ്ടത് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ആമേൻ. കാരണം ദൈവം ഒന്ന് റിപ്പീറ്റ് ചെയ്യാറില്ല. കിങ്ഡം ട്രെയിനിങ്. ദൈവരാജ്യം ആയിരുന്നു ഈ ഭൂമിയെ ഭരിച്ചിരുന്നത് എങ്ങനെ? ആദത്തിലൂടെ. പക്ഷെ ആദം എപ്പോൾ പിശാചിനെ അനുസരിച്ചുവോ അന്ന് പിശാച് ആദത്തിന്റെ അധികാരം ഏറ്റെടുത്തു. ഈ ഭൂമിയുടെ അധികാരം പിശാചിന്റെ കിങ്ഡത്തിനായി ദൈവരാജ്യത്തിനല്ലാതെയായി മാറി. കിങ്ഡം ട്രെയിനിങ്. ഈ ഭൂമി ഭരിക്കുന്നത് പിശാചിന്റെ രാജ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. 1 യോഹന്നാൻ 5:19 പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കിങ്ഡം ട്രെയിനിങ്. ഈ ലോകം പിശാചി ഭരിക്കുകയാണ്. ദൈവം ആദത്തിന് കൊടുത്തതാണ് ഈ അധികാരം. എന്നാൽ ഈ അധികാരം ആദം നഷ്ടപ്പെടുത്തി. എപ്പോൾ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ. കിങ്ഡം ട്രെയിനിങ്. ആദ്യ വാഗ്ദത്തം പിശാചിനുള്ളതാണ്. അതൊരു ശാപപരമായ വാഗ്ദത്തമാണ്. വാഗ്ദത്തം അനുഗ്രഹങ്ങളും ഉണ്ട്, വാഗ്ദത്ത ശാപവും ഉണ്ട്. കിങ്ഡം ട്രെയിനിങ്. ഞാൻ എൻ്റെ മകന് കൊടുത്ത രാജ്യം നീ തട്ടി. എന്നാൽ ഇതാ സ്ത്രീയുടെ സന്തതിയായി ഞാൻ തന്നെ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. കിങ്ഡം ട്രെയിനിങ്. കർത്താവായ യേശു പിശാചിന്റെ രാജ്യം തകർത്ത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നാണ് പിതാവിന്റെ ആ വാഗ്ദത്തം. കിങ്ഡം ട്രെയിനിങ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവത്തിന്റെ തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ക്രിസ്തുവിൽ ഞങ്ങൾ നിങ്ങളെല്ലാം സ്നേഹിക്കുകയാണ്. നമുക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ദൈവജനമേ, നിങ്ങൾ ഓരോരുത്തരും ദൈവിക പരിജ്ഞാനം പ്രാപിക്കണമെന്നും ആ ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് ഓരോരുത്തരും ദൈവ ഇഷ്ടം ചെയ്യണമെന്നും ദൈവ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യം അവകാശം ആക്കണമെന്നുമുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ഈ ചാനലിൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവസന്നിധിയിലെ ദൈവിക പരിജ്ഞാനം പ്രാപിക്കുക നമുക്കായിരിക്കുക. അതാണ് ഇന്ന് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ നമ്മൾ സംസാരിച്ചു വന്നതുപോലെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം പാസ്റ്ററിന്റെ മെസ്സേജ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ ഒത്തിരി സംശയങ്ങൾ നിൽപ്പുണ്ട്. ജനത്തിനും അതുപോലെ ഒത്തിരി സംശയങ്ങൾ ഉണ്ട്. അതിൽ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയം, എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്? അങ്ങനെ ഒരു സംശയം പൊതുവെ രക്ഷിക്കപ്പെട്ടവർക്കും ഇപ്പോഴുണ്ട്, രക്ഷിക്കപ്പെടാത്ത അനേകം വ്യക്തികളുണ്ട്, അവർക്കും ഈ സംശയമുണ്ട്. എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ഒരു നല്ല ചോദ്യമാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഉത്തരമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നു. സത്യമാണ്. എന്നാൽ ആ പാപികളെ രക്ഷിച്ചിട്ട് എന്തിനാണ്? നാം ആ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പാപികളെ രക്ഷിച്ചിട്ട് യേശു എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അവൻ്റെ അതിനെ സംസാരിക്കുന്നതെന്ന് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പറയുവാനായിട്ട് ഇടയായി. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ടത്
യേശുക്രിസ്തു വന്നപ്പോൾ മുതൽ എന്താണ് സംസാരിക്കുവാൻ ഇടയായത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശുക്രിസ്തു വന്നത് എന്തിനാണ് നാം മനസ്സിലാകും. ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. യേശുക്രിസ്തുവിനെ വന്നപ്പോൾ മുതലുള്ള യേശുക്രിസ്തു വന്നപ്പോൾ മുതലുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള സ്നാപക യോഹന്നാൻ മുതൽ ഉള്ള സകല സന്ദേശവും നാം പരിശോധിച്ചാൽ നമുക്കവിടെ മനസ്സിലാകുന്നത് എല്ലാ പ്രസംഗ വിഷയവും ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം എടുത്താട്ടെ. നിങ്ങളെല്ലാം എടുത്തെന്ന് വിശ്വസിക്കുന്നു. പ്രിയ സഹോദരൻ വായിച്ചാട്ടെ, ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതിക തകർക്കും. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം പറയുകയാണ് സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും. പ്രിയരെ, പിശാചിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞാൽ ഈ തല എന്ന് പറയുന്നത് രാജ്യത്തെ കുറിക്കുന്നു. രാജ്യത്തെ കുറിക്കുകയാണ്. 7 തലയുള്ള മൃഗം എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ കാണിക്കുന്നത് രാജ്യങ്ങളെയാ. തല രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: കർത്താവായ യേശു പിശാചിന്റെ രാജ്യത്തെ തകർത്ത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അപ്പോൾ യേശുവിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിതാവ് യേശുവിനെ നിക്ഷിപ്തമാക്കിയ പിതാവിന്റെ ഉദ്ദേശം ഇതാണ്: യേശു ക്രിസ്തു പിശാചിന്റെ രാജ്യം ഈ ഭൂമിയെ ഭരിക്കുന്നത് അവസാനിപ്പിച്ച് ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അപ്പൊ യേശു പാപികളെ രക്ഷിക്കല്ലേ? തീർച്ചയായും സഹോദരങ്ങളെ, നിങ്ങൾ പഠിച്ചതുപോലെ അങ്ങനെ തന്നെയാ. പാപികളെ രക്ഷിക്കാതെ എങ്ങനെയാ രാജ്യം സ്ഥാപിക്കുന്നേ? ആദം പാപത്തിൽ വീണത് കൊണ്ടല്ലേ രാജ്യം നഷ്ടപ്പെട്ടത്. അപ്പൊ ആദ്യം രാജ്യം സ്ഥാപിക്കാൻ പറ്റത്തില്ല. ആദ്യം ഈ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കണം. കാരണം ഈ പാപം കാരണമാണ് പിശാച് ഈ ജനത്തിന്റെ മേലെ ആധിപത്യം, അധികാരമെടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പോൾ നമ്മൾ പലരും ഞാൻ പാപത്തിന് രക്ഷപ്പെട്ടു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ ചിന്ത പലപ്പോഴും അങ്ങനെയാ. പക്ഷേ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നമുക്കൊരു ജോലിയുണ്ട്. എന്താണ് ആ ജോലി? യേശുവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ നാം പ്രവർത്തിക്കണം. അത് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. ആ ജോലി നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയാകണം. തുടർന്നുള്ള ക്ലാസ്സുകൾ അതിനെക്കുറിച്ചുള്ള ആഴത്തിലേക്കുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാനിടയാൽ. എന്നാൽ ഒരു സംക്ഷിപ്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. പലപ്പോഴും നമ്മുടെ ചിന്ത നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ജോലിയൊന്നും ഇല്ല എന്ന്. അങ്ങനെയല്ല. ആമേൻ. രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രവൃത്തിയൊന്നും പ്രവർത്തിക്കേണ്ട ഒരാവശ്യമില്ല. അത് കർത്താവിന്റെ കൃപയാ, ദാനമാണ്. ആമേൻ. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെയല്ല. നമുക്കൊരു ജോലിയുണ്ട്. നമുക്ക് കർത്താവ് പ്രത്യേക ജോലി ഒരുക്കിയിട്ടുണ്ട്. അത് നാം ചെയ്യണം. ആമേൻ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്: കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നാം രക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കൃപയാല. വിശ്വാസം മൂലം നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ആമേൻ. പക്ഷെ രക്ഷിക്കപ്പെട്ട് അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. നമ്മുടെ യാതൊരു പ്രവൃത്തികളും അതിന് കാരണമല്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്തു പോരേണ്ടതിന് പ്രവൃത്തികൾ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. അഭാഗം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനോ ഞാനും നിങ്ങളും ഒന്നും കാരണമല്ല. ആമേൻ. നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല. അത് ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. പക്ഷെ അത് കഴിഞ്ഞ് തുടർന്നുള്ള കാര്യങ്ങൾ എന്താണ്? രക്ഷിക്കപ്പെട്ടതിന് ശേഷം താഴേക്ക് തുടർന്നും പ്രവൃത്തി ഇല്ലെന്നാണോ പറയുന്നത്? താഴേക്ക് വായിച്ച്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പൊ ശ്രദ്ധിച്ച്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട്. അപ്പൊ നമ്മൾ ഈ പുതിയ സൃഷ്ടി ആയിരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം?
ആ സൽപ്രവൃത്തികൾക്കായിട്ട് വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അതെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നാം രക്ഷിക്കപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്നത് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് സൽപ്രവൃത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടു. ഇനി നാം അത് കണ്ടുപിടിക്കണോ? കണ്ടുപിടിക്കൊന്നും വേണ്ട. കാരണം ദൈവത്തിന്റെ വചനം പറയാം, അതായത് പുതിയതായിട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട, കാരണം ഓൾറെഡി അത് അവിടെ ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങളത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുൻ ഒരുക്കിയിരിക്കുന്നു. ദൈവം അത് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവം അത് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുക. ആ ഒരുക്കി വെച്ചത് നമ്മൾ കണ്ടെത്തിയാൽ മതി. പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട, ദൈവം ഒരുക്കി വെച്ചത് കണ്ടുപിടിച്ചാൽ മതി. പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകുമ്പോഴാണ് അവിടെ ദുരിതങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ദൈവിക വഴികൾ വിട്ട് മറ്റു വഴികളിലേക്ക് നമ്മൾ പോകുന്നവരായിട്ട് തീരും. ആമേൻ. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലേക്ക് കർത്താവ് യേശു വന്നത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനാണ്. ഈ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഇനി എല്ലാം സ്ഥാപിച്ചെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഏറ്റവും അവസാനം എല്ലാ പദ്ധതിയും കഴിഞ്ഞ് കർത്താവ് ചെയ്യുന്ന കാര്യം, ഈ രാജ്യം പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. കണ്ടോ? വിശ്വസ്തമായ ജോലി കഴിഞ്ഞ് തന്നെ എന്തിനാണോ അയച്ചത്, ആ അയച്ച പദ്ധതി പൂർത്തിയാക്കിയിട്ട് ആ രാജ്യം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. ഒടുക്കത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും. രാജ്യം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ പദ്ധതി അവസാനിച്ചു. അതിന്റെ ഉള്ളിലെ ഒരു പദ്ധതിയാണ് മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുക. ആമേൻ. അതിന്റെ ഉള്ളിലെ ഒരു പദ്ധതിയാണ് പിശാചിന്റെ പ്രവൃത്തിയിൽ അഴിക്കാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അതിന്റെ ഉള്ളിലെ ഒരു പദ്ധതിയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകണമെങ്കിൽ പാപികൾ രക്ഷിക്കപ്പെടണം, പിശാചിന്റെ പ്രവൃത്തിയിൽ അഴിയണം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇതിനെല്ലാം മറ്റു ചില കാര്യങ്ങൾ ആവശ്യമാണ്. ഈ ജനം ഈ യേശുവിനെ വിശ്വസിക്കണം. പക്ഷെ ചുമ്മാ യേശുവിനെ ആരെങ്കിലും കയറി വിശ്വസിക്കുമോ? അപ്പോൾ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ ഈ ജനത്തെ യേശു ദൈവപുത്രനാണെന്നും ദൈവത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നുവെന്നും പാപത്തിന് പരിഹാരം ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെ ജനം മനസ്സിലാക്കണമെങ്കിൽ അത് പ്രസംഗിച്ചതുകൊണ്ട് മാത്രമൊന്നും ജനം വരത്തില്ല. അപ്പോ ഈ ജനത്തെ അട്രാക്ട് ചെയ്യാൻ തക്കവണ്ണം രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ പുറത്താകണം, ജനം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കണം. അപ്പോഴാണ് ജനം ഓടി വരുവാനായിട്ട് ഇടയാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഒന്നിനൊന്ന് ലിങ്ക് ചെയ്ത് കിടക്കുകയാ. ആമേൻ. അപ്പോൾ പ്രിയരെ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം ചേർന്ന് ക്രിസ്തുവിന്റെ ബോഡിയാകുന്ന ശരീരം ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിന്റെ തലയിൽ നിന്ന് വരുന്ന, അതായത് തല എപ്പോഴും നമുക്ക് ചിന്ത തരും അല്ലേ, ആ ചിന്തകൾ, അവയവങ്ങൾ ഓരോന്നും പരസ്പരം വിഘടിക്കാതെ ചേർന്ന് പ്രവർത്തിച്ചാൽ ദൈവരാജ്യം അതിവേഗം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ നമ്മളിലൂടെ പരിശുദ്ധാത്മാവിന് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ തിരുവചനം പരിശോധിച്ചു കഴിഞ്ഞാൽ, സ്നാപയോഹന്നാന്റെ ആ പ്രസംഗം തുടങ്ങിയ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ, പിതാവായ ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രവചനം നിവർത്തീകരണത്തിലേക്കുള്ള യാത്രയാണ്. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. നിങ്ങളെ കുറ്റം പറയാൻ ഒരു 10 പേരുണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ, കുറച്ചും കൂടി ഫലം പുറപ്പെടുന്നതായി തീരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും കുറ്റം പറയുമ്പോ, അയ്യോ വലിയ കൊടുങ്കാറ്റ് എനിക്ക് നേരെ വരുന്നു, ബ്രദർ ശ്രദ്ധിച്ചോളണം, വലിയ കൊടുങ്കാറ്റ് വരുന്നു. എന്നാൽ ആ ബ്രദർ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ ആ ബ്രദർ പറയ, കൊടുങ്കാറ്റ് വരുന്നു, നല്ല കാര്യ, എന്റെ അപ്പൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് എന്നെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന, എന്റെ അപ്പനെ ഉപമിച്ചിരിക്കുന്ന 2 മൃഗങ്ങൾ, ഒന്ന് സിംഹമുഖം, ഒന്ന് കഴുകുമുഖം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഏറ്റവും ഉയരത്തിൽ പറക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്
കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. ആ കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ കഴിയാവുന്ന ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ, അവനാണ് കഴുകൻ. എന്നെ കഴുകനോടാ ദൈവം ഉപമിച്ചിരിക്കുന്നത്. കഴുകൻ കൊടുങ്കാറ്റ് കണ്ട് പേടിക്കത്തില്ല, പകരം കൊടുങ്കാറ്റ് വരുമ്പോൾ കഴുകൻ കൊടുങ്കാറ്റിനെ ഉപയോഗിക്കുക. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ പറന്നു, എന്നാൽ കൊടുങ്കാറ്റ് നീ അവിടെ ഉണ്ടോ? ഇതാ ഞാൻ നിന്നിലേക്ക് ഇടിച്ചു കയറുകയാ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ എനിക്ക് പറക്കേണ്ട, പകരം കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോയിക്കൊള്ളു. ഞാൻ ഇതാ എന്റെ ചിറക് വിരിച്ചു നിൽക്ക്. കൊടുങ്കാറ്റ് എന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഈ കൊടുങ്കാറ്റ് എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ക്രിറ്റിസിസത്തെ നിങ്ങൾ ഭയപ്പെടരുത്, എതിർപ്പുകളെ നിങ്ങൾ ഭയപ്പെടരുത്. ശക്തമായി മുന്നേറുക. എന്റെ യേശുവിന് വേണ്ടി, നമ്മുടെ യേശുവിന് വേണ്ടി മുന്നേറുക. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. എതിർപ്പുകളെ ഭയപ്പെടരുത്, അത് നമ്മളെ സഹായിക്കും. ലോകപ്രകാരം ചിന്തിക്കുന്നവൻ ചിന്തിക്കുക, ഓ ഇവനെതിരെ എതിർപ്പ് പറഞ്ഞാൽ ഇവൻ വീഴുമെന്ന്. ആ ചിന്ത വെറുതെയാ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഹല്ലേലൂയ. നിങ്ങൾ കടന്നുപോയ പ്രയാസമാണ് നിങ്ങൾ അറിയപ്പെടുവാൻ ഇടയാകുന്നത്. യേശുക്രിസ്തു കടന്നുപോയ ക്രൂശാണ് യേശുക്രിസ്തു അറിയപ്പെടാൻ ഇടയായത്. ദാവീദ് ഗോലിയാത്തിനെ തകർത്തതാണ് ദാവീദ് അറിയപ്പെടാൻ ഇടയായത്. കുഞ്ഞെ, പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിന്റെ മുൻപിലുള്ളപ്പോൾ നീ തളരരുത്, തകരരുത്. അതിന് നിന്നെ തകർക്കാനല്ല, അതിന് നിന്നെ ഉയർത്താനാ അത് വന്നിരിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അതിന്റെ പേരാ വെളിപ്പാട്. ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. ബൈബിൾ വിഷൻ. മകനെ, ബൈബിൾ പറയുന്നു, ജ്ഞാനം തന്നെ പ്രധാനം, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. മാത്തുക്കുട്ടിയെങ്കിലാ വന്നാട്ടെ. ഇതാ നിങ്ങൾക്കായി എന്റെ വക ഒരു സമ്മാനം. ഇത് എന്റെ ആത്മീയ വളർച്ചയെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ഓ, ആത്മലോകവും ആത്മീയ വളർച്ചയും. ഞാനിത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇതാ ഇപ്പോൾ നഗരത്തിലെ സംസാര വിഷയം. നഗരത്തിലെ മാത്രമല്ല മോളെ, ഇപ്പോൾ നരകത്തിലെ പേടി സ്വപ്നം കൂടിയാ ഈ പുസ്തകത്തിലെ സന്ദേശം. ഒരിക്കലും മറക്കാത്ത അതുല്യമായ ഒരു സമ്മാനം. ആത്മലോകവും ആത്മീയ വളർച്ചയും. പിതാവായ ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രവചനം നിവർത്തീകരണത്തിലേക്കുള്ള യാത്രയാണ്. ഈ പ്രവചന നിവർത്തീകരണമാണ് 1 Corinthians chapter 15 അതിന്റെ 24-ാം വാക്യത്തിൽ പറയുന്ന ആ നിവർത്തീകരണം, പ്രവചന നിവർത്തീകരണം, പിതാവിന്റെ ആ പ്രവചന നിവർത്തീകരണം. സ്ത്രീയുടെ സന്തതി ദുഷ്ടന്റെ രാജ്യത്തെ തകർത്ത് അതോടൊപ്പം തന്നെ തുടർന്ന് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നു. അത് ഒന്ന് വായിച്ചാട്ടെ. പിന്നെ അവസാനം അന്ന് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും അധികാരങ്ങൾക്കും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് അത് നീങ്ങുന്നതല്ല, അവനെ നീക്കുന്നതാണ്. ആമേൻ. നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. രാജ്യം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എത്ര വിശ്വസ്തയോടുള്ള ശുശ്രൂഷയാ. ആമേൻ. ആ യേശു നമുക്കെല്ലാം നല്ലൊരു മാതൃകയാ. രാജ്യം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. പ്രിയരെ, അതുകൊണ്ട് യേശുവിന്റെ ശുശ്രൂഷകൾ മുഴുവൻ നോക്കിയാൽ നിങ്ങൾ തിരുവചനം ഒന്ന് പോയി പരിശോധിക്കണം. യേശുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. ആമേൻ. യേശു രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയൂ, യേശുമാ രോഗി യേശു സൗഖ്യമാക്കിയല്ലോ. ഞാൻ യേശു സൗഖ്യമാക്കിയില്ലെന്നല്ല പറഞ്ഞേ, യേശു രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ. ആമേൻ. യേശു ഭൂരസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ അനേക ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിയല്ലോ. അതെ, യേശു അത് പ്രവർത്തിച്ചു.
പക്ഷെ യേശുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. അതെ. ആമേൻ. ദൈവരാജ്യം എവിടെ ഉണ്ടോ അവിടെ രോഗികൾ സൗഖ്യമാകും. കാരണം അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അതെ. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അവിടെ രോഗികളെ സൗഖ്യമാകും. ഭൂതങ്ങൾ വിട്ടോടും. കാരണം യഥാർത്ഥ ദൈവ ആത്മാവിന്റെ മുൻപാകെ പിശാചുക്കൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഭൂതങ്ങൾ വിട്ടോടുവാനായിട്ട് ഇടയാകും. അപ്പോ ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ വക അത്ഭുത പ്രവൃത്തികളൊക്കെ നടക്കുവാൻ ഇടയാകും. അത്ഭുത പ്രവൃത്തികളുടെ നടക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജനത്തെ ദൈവത്തിലേക്ക് ആകർഷിക്കാനാണ്. എന്നാൽ പിശാച് ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട്. ദൈവം അത്ഭുത പ്രവൃത്തികളെ ചെയ്യുന്നത് ഈ ജനത്തെ ദൈവത്തിലേക്ക് ആകർഷിക്കാനാണ് എങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് മിനിസ്ട്രി ഉണ്ട്. അതായത് ചിതറിപ്പിക്കുന്ന മിനിസ്ട്രി. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ചിതറിപ്പിക്കുന്ന. എനിക്ക് അനുകൂലമല്ലാത്തവൻ ചിതറിപ്പിക്കുന്നു. ചിതറിപ്പിക്കുക, അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്. കാരണം പിശാച് ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. ദൈവം ഈ അത്ഭുതങ്ങളിലൂടെ ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ മനസ്സിലാകും എന്താണ് ചിതറിപ്പിക്കുന്ന മിനിസ്ട്രി. അതായത് ക്രിസ്തുവിന്റെ ബോഡി, ആ ബോഡിയെ മുറിച്ച് ഒന്നിനും പരസ്പരം അതിനെ ഐക്യതയില്ലാതെയാക്കി മാറ്റുന്ന ചിതറിപ്പിക്കുന്ന മിനിസ്ട്രി. അതെന്താണെന്നുള്ളതും തുടർന്നുള്ള നാളിൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. ഒരേ ഒരു ലക്ഷ്യം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ചിന്തകളെ മനസ്സിലാക്കി, യേശുവിൻ്റെ ഹൃദയത്തെ നാം മനസ്സിലാക്കി അത് ഭൂമിയിൽ ചെയ്യുവാൻ നാം ഇടയാകണം. തീർച്ചയായും കർത്താവ് നിങ്ങളോട് സംസാരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ കർത്താവ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അതിന് എന്ത് ചെയ്യണം? അതിനാദ്യം പാപികളെ വിടുവിക്കണം. പാപികളെ വിടുവിക്കണമെങ്കിൽ എന്ത് വേണം? പാപപരിഹാരത്തിനുള്ള യാഗം നടക്കണം. അതാണ് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഇപ്പോ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും യേശു ക്രിസ്തുവിൻ കാൽവരിയിൽ ചെയ്ത ഈ മഹായാഗത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപത്തിലിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയരെ, യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമ്മൾ ഇനി ആ പാപം വഹിച്ച് നടക്കേണ്ട ആവശ്യമില്ല. യേശുവിനോട് പറയും, യേശുവേ, അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കുവാൻ ഇടയാകും. തുടർന്ന് ദൈവവചനം വായിച്ച് കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാനും ഇടയാകും. താല്പര്യമുള്ളവർ ഞങ്ങളോട് ചേർന്ന് ഈ ചെറിയ പ്രാർത്ഥനാ വാചകം ഏറ്റുപറഞ്ഞാട്ടെ. പ്രിയ യേശുവേ, അങ്ങയുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രാജാവായി, എൻ്റെ കർത്താവായി അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറച്ച് നിത്യസ്വർഗത്തിലേക്ക് എന്നെ നടത്തണമേ. നിങ്ങൾ ഈ ചെറിയ പ്രാർത്ഥനാ വാചകം ഏറ്റുചൊല്ലിയപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ദേശത്ത് ദൈവവചന അടിസ്ഥാനം നൽകുന്ന ഒരു ചർച്ചയിൽ കടന്നു പോവുകയും ദൈവവചനം കേട്ട് അതനുസരിച്ച് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ പിതാവെ, അടികൾ ഒരുമിച്ച് കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവെ, ഓ ലോർഡ്, കർത്താവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഇപ്പോൾ അങ്ങേ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കർത്താവെ ഇപ്പോൾ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഇവരോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ സകല പോരാട്ടങ്ങൾക്കും എതിരെ അടിയാൻ കടന്നു ചെല്ലുകയാണ്. യേശുവിന്റെ നാമത്തിൽ
ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഭൂതഗ്രസ്തർ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവിക സമാധാനം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ വിടുതലുകളും സംഭവിക്കുവാൻ ഇടയാകട്ടെ കർത്താവേ. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ നന്ദി. ആ വേദനകൾ ഇപ്പോൾ മാറിപ്പോവുകയാൽ നന്ദി. കൊടുത്ത വിടുതലായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. പ്രിയരെ, കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ചെയ്താട്ടെ. ആ വേദന ഇപ്പോൾ അവിടെ ഇല്ല, ആ രോഗങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വലിയ കരങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തയാഴ്ച ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോ ജനം എല്ലാം കർത്താവിന്റെ പറയാൻ കൂടി. ജനം എല്ലാം കൂടി പറഞ്ഞു, ഓയോ ഇവൻ ദാവീദിന്റെ പുത്രനോ എന്നും പറഞ്ഞ് ജനം അങ്ങ് കൂടി കർത്താവിന്റെ പറയാ കൂടി. ജനം ദൈവത്തിന്റെ പറയാ കൂടി. ജനം ദൈവത്തിന്റെ പുറകെ കൂടിയപ്പോ അന്നത്തെ പരീശന്മാര് അന്നത്തെ ശാസ്ത്രിമാർക്ക് ഒട്ടും പിടിച്ചില്ല. കാരണം ഇത്രയും ദിവസം ഞങ്ങളോട് കൂടെ നിന്ന് ജനം ഇപ്പോ ദൈവത്തിന്റെ കൂടെ പോയി. ജനത്തോട് അവർ പ്രസംഗിച്ചത് എന്നാന്നറിയോ? ജനത്തോട് അവർ പറയുകയാണ്, യേശു ക്രിസ്തു ഈ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ്, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവർ പുറത്താക്കുന്നതെന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുവരെയും ജനം ദൈവത്തിന്റെ പുറകെ പോകാൻ ചിന്തിച്ച ആ ജനം ഈ പ്രസംഗം വഴി അങ്ങ് തടയുകയാ. മനസ്സിലായി? ദൈവത്തിൽ നിന്ന് അകറ്റുകയാ. ഇതിന്റെ പേരാണ് ചിതറിക്കുന്ന മിനിസ്ട്രി. നമ്മൾ ചിതറിപ്പിക്കുന്ന മിനിസ്ട്രി അല്ല, മുറിക്കുന്ന മിനിസ്ട്രി അല്ല. കർത്താവ് വന്നത് ജീവൻ കൊടുക്കുവാനും ജീവൻ സമൃദ്ധമായി കൊടുക്കുവാനും അവൻ ജീവിപ്പിക്കും, അവൻ ചേർക്കുന്ന മിനിസ്ട്രിയാണ്. അടുത്തയാഴ്ച കാത്തിരുന്ന് കാണുക. ക്ഷമിക്കപ്പെടാത്ത പാപം. പലരും ക്ഷമിക്കപ്പെടാത്ത പാപത്തിന്റെ കീഴിൽ വീണുപോകും. ക്ഷമിക്കപ്പെടാത്ത പാപം. അപ്പോൾ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ക്ഷമിക്കപ്പെടാത്ത പാപം? ക്ഷമിക്കപ്പെടാത്ത പാപം നല്ലൊരു ചോദ്യമാണ്. അടുത്തയാഴ്ച കാത്തിരുന്ന് കാണുക. ക്ഷമിക്കപ്പെടാത്ത പാപം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.